ഐ എം വിജയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ഒരു ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. 4 ദിവസമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കാത്തത് എനിക്ക് സുഖമില്ലായിരുന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇറാൻ സീസ് ഫയർ ഈസ് ഇൻ ഇഫക്ട് സൈസ് ട്രംപ് എന്ന് പറഞ്ഞ ന്യൂസ് ആണിത്. എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കാണും. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ആ ഒരു വാറിലേക്ക് ഇടയ്ക്ക് യു എസ് വന്ന് ചേരുകയായിരുന്നു. എന്തായിരുന്നു അറ്റാക്കിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇറാന് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഉണ്ടെന്നും അവർ ന്യൂക്ലിയർ ആംസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നതിന്റെ വക്കിലാണെന്നും IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവരുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. അത് ഇസ്രായേലിന് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു റീസണായി. കാര്യം അങ്ങനെ ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു ഇത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കാൻ പോകുന്ന ഞങ്ങളായിരിക്കും എന്നൊക്കെയുള്ള ഇതില് ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയാണ് ഇസ്രായേൽ എവിടെയാണ് ഇറാനില്. അപ്പൊ ആ ഒരു സ്ട്രൈക്ക് വഴി അവിടെ കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇറാനിൽ. ഇറാൻ തിരിച്ച് റീറ്റാലിയേറ്റ് ചെയ്യുന്നു. ഇറാന്റെ റീറ്റാലിയേറ്ററി അറ്റാക്സിൽ ഇസ്രായേലിനും കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിനിടെ കൂടെ US പിക്ചറിലേക്ക് വരികയാണ്. അവര് ബങ്കർ തകർക്കുന്ന ബോംബുകളുണ്ട് അവരതിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ബോംബുകൾ ഉപയോഗിച്ച് ഈ അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യാണ്. ഇറാനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, ഇറാനിലെ ആക്ച്വലി ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, അത് ചില ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ ഈ നമ്മളുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 80-90 മീറ്റർ വരെ താഴെയാണ്. അപ്പൊ അതിന് സാധാരണ ബോംബുകൾ വെച്ച് തകർക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നറിയപ്പെടുന്ന ബോംബുകളൊക്കെ ഉപയോഗിച്ച് അവർ തകർക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ആകെപ്പാടെ വിഷയമായി. അതിൻ്റെ ഇടയിൽ കൂടെ ഇറാൻ ഖത്തറിനെ അറ്റാക്ക് ചെയ്തു. ഖത്തറിനെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ഖത്തറിനോടുള്ള വിരോധം കൊണ്ടല്ല. ഖത്തറിൽ യുഎസിന്റെ ബേസ് ഉണ്ട്. ഈ US ബേസിലേക്കാണ് ഖത്തറിലെ US ബേസിലേക്കാണ് ഇറാൻ അറ്റാക്ക് നടത്തിയത്. അപ്പൊ അപ്പോഴത്തേക്കൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ പറഞ്ഞ ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും ഡിസ്കഷൻസ് നടത്തുകയും വളരെ പെട്ടെന്ന് ഒരു സീസ് ഫയർ അനൗൺസ് ചെയ്യുകയാണ്. വളരെ നന്നായി. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ ആകെപ്പാടെ പ്രശ്നമായിരുന്നു. കാര്യം സൗദിയും ഇടയ്ക്ക് ത്രട്ടൺ ചെയ്തിരുന്നു. കാര്യം സൗദിയുടെ GCC ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുള്ള ഖത്തറിനെ അറ്റാക്ക് ചെയ്താൽ സൗദിക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സൗദി ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ഖത്തർ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ഇറാൻ ഓൾറെഡി ഉണ്ട്, ഇസ്രായേൽ ഓൾറെഡി ഉണ്ട്, US ഓൾറെഡി ഉണ്ട്. അപ്പൊ 5 രാജ്യങ്ങൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയനായിരുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ അടയ്ക്കുമെന്ന് പറഞ്ഞായിരുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഇറാനും ഈ ഗൾഫ് മേഖലയുമായിട്ടുള്ള കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ട്രെയിറ്റ് ആണ്, കപ്പൽ ചാലാണ്, കടലിടുക്കാണ്. അപ്പം അതുവഴിയാണ് നമ്മളെ ഇന്ത്യയിലേക്കൊക്കെ ഉള്ള നമ്മളുടെ പെട്രോളിയം മൂവ്മെന്റിന്റെ വലിയൊരു ഭാഗം നടക്കുന്നത്. അത് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ പെട്രോളിയം ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആയനായിരുന്നു, പെട്രോളിയത്തിന്റെ വില കൂടിയനായിരുന്നു. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ ഇത് അവസാനിച്ചത് നന്നായി. പക്ഷെ ഇത് ഒരു ശാശ്വതമായ അവസാനിക്കലാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഇനി റെയിൽവേസ് കൺസിഡേഴ്സ് എ മാർജിനൽ ഹൈക്ക് ഇൻ ഫെയർസ് ഫ്രം July 1 എന്നൊരു ന്യൂസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയാനില്ല. റെയിൽവേ പാസഞ്ചർ ഫെയർ കൂട്ടാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അതായത് വലിയ കൂട്ടലൊന്നുമല്ല, ചെറുതായിട്ട് മാർജിനലാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഗ്യാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അല്ലെ? ഗ്യാനേഷ് കുമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അത് ഞാൻ അടുത്ത പേജ് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ന് സ്റ്റേറ്റ്സ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. മമതാ ബാനർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ അമിത് ഷായും യോഗി ആദിത്യനാഥും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം. ഇത് രണ്ടും ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമിത് ഷാ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് കോഓപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ആയ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ആയ ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് യോഗി ആദിത്യനാഥ്. പിന്നെ പഞ്ചാബ് CM മീറ്റ്സ് ഗവർണർ എന്നൊരു ന്യൂസ് ഉണ്ട്. പഞ്ചാബ് CM എല്ലാവർക്കും അറിയാലോ, ഭഗവത് മാൻ ആണ്. ഭഗവത് മാൻ ആണ് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ. പഞ്ചാബിന്റെ ഗവർണർ ഗുലാബ് ചന്ദ് കത്താരിയ. അതുപോലെ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും കൂടെ ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്, അല്ലെ? പിന്നെ ഇവിടെ മറ്റൊരു ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം, നയാബ് സിംഗ് സൈനിയാണ്. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററാണ് നയാബ് സിംഗ് സൈനി. അതൊക്കെ അവിടെ പറയാനുള്ളൂ. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ
രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ ഫോട്ടോ കാണാം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈസ് ദ ഗവർണർ ഓഫ് കേരള, കേരളത്തിന്റെ ഗവർണർ. പിന്നെ അവിടെ വേറെ ന്യൂസുകൾ, എയർ സ്പേസ് ഓപ്പൺ ബട്ട് ഫ്ലൈറ്റ് ഡിസ്റപ്ഷൻ ടു വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് കണ്ടിന്യൂസ്. എയർ സ്പേസ്, അതായത് ഈ വെസ്റ്റ് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലെ എയർ സ്പേസ് ഒക്കെ ക്ലോസ് ചെയ്തായിരുന്നു. ഇസ്രായേലും US-ഉം ഇറാനും എല്ലാവരും കൂടെ പരസ്പരം അറ്റാക്ക് നടക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പൊ ഈ സീസ് ഫയർ ഒക്കെ വന്നതിന് ശേഷം എയർ സ്പേസ് ഓപ്പൺ ആയെന്നാണ് ന്യൂസ്. എയർ സ്പേസ് ഓപ്പൺ ആവുന്ന കേരളത്തിൽ നിന്നൊക്കെയുള്ള പ്രവാസികൾക്ക് വളരെ നല്ലതാണ്. ഓക്കെ, വേറെ ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എഡിറ്റോറിയൽ ന്യൂക്ലിയർ സ്പെക്ടർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ അടുത്ത കാലത്ത് ന്യൂക്ലിയർ ഭീഷണി 2-3 സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു. ഒന്ന്, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അറ്റാക്കിന്റെ റീസൺ തന്നെ ഇറാൻ ഈസ് ഗോയിങ് ടു മേക്ക് ന്യൂക്ലിയർ വെപ്പൺസ് എന്നുള്ള വെളിപ്പെടുത്തൽ ബൈ IAEA ആണ്. IAEA എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, ഹെഡ്ക്വാർട്ടേഡ് ഇൻ വിയന്ന. വിയന്ന എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ IAEA എന്ന് പറയുന്നത് UN-ന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആണ്. അപ്പം ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ ഇറാന്, അപ്പൊ അതിനുശേഷം ഇറാനെ അറ്റാക്ക് ചെയ്യാണ്. അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പൊ അവിടെ US-ഉം കൂടെ സീനിലേക്ക് വരുന്നു. US-ഉം ഇറാന്റെ ചില ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് ന്യൂക്ലിയർ ലീക്കേജ് വേണമെങ്കിലും ഉണ്ടാവാം, അത്തരത്തിലൊക്കെ നടക്കാം. പക്ഷെ അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് IAEA ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അതുപോലെ യുക്രൈൻ റഷ്യ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതവണ വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ്, യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്കയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യുക്രൈൻ എഗെയിൻസ്റ്റ് ആയിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് കഴിഞ്ഞ മാസമാണ് പാകിസ്ഥാനും പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഭീഷണി, ഒരു റിയൽ അല്ലെങ്കിൽ റിയൽ അല്ലാത്ത ഒരു ന്യൂക്ലിയർ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇറാനെതിരെ എന്തുകൊണ്ട് ഈ US പിന്നീട് അല്ലെങ്കിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തി എന്ന് പറയുമ്പോൾ അത് ഇതിന്റെ ചില നമ്മളുടെ ട്രീറ്റീസിന്റെ ഒരു ലംഘനം കൂടിയാണ്. ആക്ച്വലി ഇറാൻ എന്ന് പറഞ്ഞ ഒരു NPT-യിലെ ഒരു സിഗ്നറ്ററിയാണ്. NPT എന്ന് പറഞ്ഞാൽ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. NPT എന്താണ്? നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. മലയാളത്തില് ആണവ നിർവ്യാപന കരാർ എന്ന് പറയാം. അതായത് ന്യൂക്ലിയർ ആംസ് വേൾഡിൽ പ്രോലിഫറേറ്റ് ചെയ്യില്ല, ന്യൂക്ലിയർ ടെക്നോളജി വേൾഡിൽ പ്രോലിഫറേറ്റ് ചെയ്യത്തില്ല എന്നൊരു എഗ്രിമെന്റ് ആണ് നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. 1967 മുമ്പ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സ് നടത്തിയ രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ പദവി കൊടുക്കുകയും അതിനുശേഷം എക്സ്പെരിമെന്റ്സ് നടത്തിയ രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ പദവി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഡിസ്ക്രിമിനേറ്ററി എഗ്രിമെന്റും കൂടിയാണ് നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. ദാറ്റ്സ് വൈ ഇന്ത്യ ഡിഡ്ന്റ് സൈൻ ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ട്രീറ്റി. യു ഗോട്ട് ദ പോയിന്റ്. If our country experimented this nuclear weapons before 1967, we would have got this nuclear power status. But our nuclear experiment was happened in 1970s only. So if we sign NPT non-proliferation treaty, we will lose our power to make nuclear weapons and അതുപോലുള്ള ഫർദർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താനുള്ള ഒരു പവർ പോവുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇത് സൈൻ ചെയ്തിട്ടില്ല. അതൊരു ഡിസ്ക്രിമിനേറ്ററി എഗ്രിമെന്റാ. എന്തായാലും NPT നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിലെ സിഗ്നറ്ററീസ് ആണ് ഈ പറഞ്ഞ അമേരിക്കയും ഇറാനും ഒക്കെ. അപ്പൊ ഇറാന് എന്നിട്ടും ഈ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇറാൻ ഈ പറഞ്ഞ സത്യമാണെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ NPT കൊണ്ട് വല്ല ഗുണമുണ്ടോ? നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി കൊണ്ട്. അപ്പോ അത് മാത്രമല്ല, ഇറാൻ P5+1 നേഷൻസുമായിട്ട്, P5 എന്ന് പറഞ്ഞാൽ പെർമനന്റ് 5 എന്ന് പറഞ്ഞാൽ അറിയാലോ, UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് 5 USA, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. +1 എന്ന് പറഞ്ഞാൽ ജർമ്മനി. അപ്പൊ ഈ P5 രാജ്യങ്ങളും ജർമ്മനിയും ചേർന്ന 6 രാജ്യങ്ങളുമായിട്ട് ഇടയ്ക്ക് വെച്ച് ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കൂല, ന്യൂക്ലിയർ ടെക്നോളജി, ന്യൂക്ലിയർ പ്രോഗ്രാംസ് കർബ് ചെയ്തോളാം എന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ്. അപ്പോ അതിൽ നിന്ന് പിന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്ന സമയത്ത് 2018 വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രശ്നങ്ങളിലെല്ലാം കാരണക്കാരൻ വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെന്ന് പറയാം. ബിക്കോസ് വൺസ് ഇറാൻ എഗ്രീഡ് ടു കർബ് their nuclear programs because of the agreement they made with the P5+1 nations in 2016. But once Donald Trump became the president of USA for the first time, his first time was from 2017 to 2021.
So in 2018, when Donald Trump was the president of USA, he withdrew from the from that agreement with Iran due to some unknown reasons. So that derailed the entire process, and Iran started making enriched uranium. എന്തിനാണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ട്രംപാണ്. അപ്പം ഇനി ഇറാന് മുന്നിൽ മറ്റു വഴികളില്ല. അവരിപ്പോ പറഞ്ഞു വെച്ചാൽ അവർ NPT വിത്ഡ്രോ ചെയ്യുന്നതാണ്, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന്. അതിനുള്ളൊരു നിയമമൊക്കെ അവരുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോയാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇസ്രായേലും അമേരിക്കയും ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകെപ്പാടെ കോംപ്ലക്സ് ആണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഈ ഇസ്രായേലിന് ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള പ്രത്യേകിച്ച് റൈറ്റ്സ് ഒന്നുമില്ല. കാര്യം ഇസ്രായേല് ഈവൻ NPT പോലും സിഗ്നറ്ററി അല്ല. ലൈക്ക് ഇന്ത്യ, ഇസ്രായേൽ ഈസ് ഓൾസോ നോട്ട് എ സിഗ്നറ്ററി ഓഫ് NPT, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, ബട്ട് സ്റ്റിൽ everyone knows that Israel has nuclear weapons. Israel is the only one power in West Asia which holds nuclear weapons. So how can Israel attack Iran? Because Israel is accusing Iran that Iran is having some illegal nuclear programs and they are going to make nuclear weapons. Even if it is true, Israel has no moral right to attack Iran because Israel is in possession of nuclear weapons and Israel is not a signatory of NPT, non-proliferation treaty. അല്ലേ? അപ്പൊ അവരുടെ റെക്കോർഡ് നല്ലതല്ലല്ലോ അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ അതുപോട്ടെ. എന്തായാലും ഇസ്രായേലിന് എന്ത് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് ലോകത്ത്. കാര്യം US അവരുടെ സ്ട്രോങ് സപ്പോർട്ടർ ആയതുകൊണ്ട്. ഗാസയിൽ പോലും ഇത്രയും വലിയ കില്ലിങ്സ് ഒക്കെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും US അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ നാറ്റോയെ വ്ളാഡിമിർ പുടിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈനില് ഇതുപോലുള്ള ആയുധങ്ങൾ യൂസ് ചെയ്യുന്ന പറഞ്ഞ്. അപ്പൊ എങ്ങനെയായാലും ഇപ്പൊ മറ്റ് ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് തോന്നും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് മാർഗം. ബിക്കോസ് ഇന്റർനാഷണൽ ലോസിനെ ഒന്നും ഭയക്കണ്ട, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇതുപോലുള്ള ട്രീറ്റീസിനെ ഒന്നും മൈൻഡ് ചെയ്യാന്നാണ് ഇപ്പൊ എല്ലാവരും ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഉണ്ടാക്കിയെന്ന് മറ്റു പലർക്കും തോന്നും. അപ്പൊ ഈ പറഞ്ഞ ഈ ട്രീറ്റീസിനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമായി. ലോകത്തിലെ മേജർ പവേഴ്സ് എല്ലാം ഇതിനെ കുറിച്ച് റീതിങ്ക് ചെയ്ത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് കൂടുതൽ കൈകളിലേക്ക് പോവാതെ ന്യൂക്ലിയർ ടെക്നോളജി പീസ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ ആംസ് റേസ് വീണ്ടും ഉണ്ടാവുകയും, പണ്ടുണ്ടായിരുന്ന US-ഉം റഷ്യയും തമ്മിൽ ന്യൂക്ലിയർ ആംസ് റേസ്, അങ്ങനെ ഒരു ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കിയുള്ള മത്സരങ്ങളിലേക്ക് ലോകം പോവുകയും അത് ലോകത്തിന് വളരെ ഡിസാസ്ട്രസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു സ്പോർട്സ് ബോഡി ആണ്. അതിന് ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റിനെ കിട്ടി. ആ സ്പോർട്സ് ബോഡിയുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്സ് ബോഡീസിൽ ഒരെണ്ണം IOC. നല്ല ചുമയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം ക്ലാസ് എടുക്കാൻ പറ്റാന്ന്, പനിയായിരുന്നു. IOC മീൻസ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. IOC എന്താണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ലോകത്ത് ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്യുന്നത് അവരാണ്. അവർക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും അവരുടെ ഒരു അസോസിയേറ്റ് കാണും. ഇന്ത്യയിൽ അവർക്കുണ്ട് IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അതിന്റെ ഹെഡ് PT ഉഷയാണ്. IOAയുടെ ഹെഡായിട്ടൊരു പെണ്ണ് വരുന്നത് ആദ്യമായിട്ടാണ് PT ഉഷ വരുന്നത്. ഇതേപോലെ IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചു വെച്ചാൽ ലുസൈൻ ആണ്. എവിടെയാണ്? ലുസൈൻ ഈസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ഈ സ്പെല്ലിംഗ് ഇങ്ങനെ തന്നെയാണെന്ന് അറിഞ്ഞൂടെ. ലുസൈൻ ഈസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അതിന്റെ ഇപ്പോഴത്തെ ഇത്രയും കാലമായിട്ടുള്ള 10 വർഷം കൊണ്ടായിരുന്നു, അതായത് 8 വർഷം കൊണ്ടാണ് ആയിട്ടുള്ള ഹെഡ് എന്ന് പറഞ്ഞാൽ തോമസ് ബാച്ച് ആയിരുന്നു. ആരായിരുന്നു? തോമസ് ബാച്ച്. Now a woman became the president of International Olympic Committee, one of the most popular sports bodies in the world. That is Christy Coventry. She has only 41 years of age and she is a person from Zimbabwe. Zimbabwe is an African country. Predominantly black people are residing in Zimbabwe, but she is a white woman. എന്ന് മാത്രമല്ല അവിടുത്തെ പ്രസിഡന്റിന്റെ
മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും കൂടെയാണ് അവര്. എവിടുത്തെ സിംബാബ്വെ എന്നുള്ള രാജ്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവര് സിംബാബ്വെയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എമേഴ്സൺ മങ്കാഗ്വ എന്ന അയാളുടെ പേര്. സിംബാബ്വെയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് എവിടെ ഉണ്ട്? എമേഴ്സൺ MNANGAGWA എന്താണെന്ന് വെച്ചാൽ വായിച്ചോ. മങ്കാഗ്വ എന്നും കണ്ടാണ് എമേഴ്സൺ. ഓക്കെ, ഇയാളാണ് സിംബാബ്വെയുടെ പ്രസിഡന്റ്. സിംബാബ്വെയുടെ ക്യാപിറ്റൽ ഏതാണ്? ഹരാരെയാണ്. സിംബാബ്വെയുടെ ക്യാപിറ്റൽ ഹരാരെയാണ്. ഈ ഇങ്ങേരുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും കൂടിയാണ് ഈ ക്രിസ്റ്റി കൊവൻട്രി. അത് മാത്രമല്ല, ഒരു പണ്ട് ഒളിമ്പ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 2 3 ഗോൾഡ് മെഡൽ ഒരു ജിംനാസ്റ്റിക്സിലാണെന്ന് നേടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും ICC ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ ആദ്യമായിട്ട് ഒരു വുമൻ അതിന്റെ ചീഫ് ആകുന്നു. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ തോമസ് ബാച്ച് എന്നുള്ള ഇപ്പോഴത്തെ ഹെഡായിട്ടിരുന്ന ആളിന്റെ നോമിനി തന്നെയാണ് എന്ന് കരുതി അവർക്ക് ഇപ്പം അത് മാത്രമല്ല, തോമസ് ബാച്ചിന് ആജീവനാന്ത IOC ഓണററി പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള കരങ്ങൾ ഇവരുടെ ബാക്കിൽ കാണുന്ന പറയുന്നത്. പക്ഷെ സ്റ്റിൽ അവർക്ക് അവരുടെ രീതിയിൽ ഭരിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ പക്ഷെ അവരുടെ മുന്നിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്ന ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആണ്, അത് US അപ്പം ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ US മെർക്കൂറിയൽ പ്രസിഡന്റിനെ അവരെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതുണ്ട്. പിന്നെ 2036 ഒളിമ്പിക്സിന്റെ വെന്യൂ 2028 ഡിക്ലെയർ ചെയ്യും. അപ്പൊ 2036 ഒളിമ്പിക്സിന്റെ വെന്യൂവിന് വേണ്ടി 3 പേരാ മത്സരിക്കുന്നത്. മെയിനായിട്ട് ഇന്ത്യ ഉണ്ട് അതില്, പിന്നെ സൗദി അറേബ്യ, ഖത്തർ. ഈ സൗദി അറേബ്യയും ഖത്തറൊക്കെ നല്ല പൈസയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അവരുടെ ഈ മണി പവർ ഒക്കെ ഉപയോഗിച്ച് അവർ അവരുടേതാക്കാൻ ശ്രമിക്കും ഒളിമ്പിക്സ്. അപ്പം അവരതെങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നുള്ളതിനെ കണ്ടറിയണം. പക്ഷെ ഇവരുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഇപ്പൊ ആക്ട് ചെയ്യുന്ന ഒരാൾ നീത അംബാനിയാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ് നീത അംബാനി. അത് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ പുതുതായിട്ട് പല സ്പോർട്സുകൾ ഒളിമ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുക, ചില സ്പോർട്സ് ഒളിമ്പിക്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുക, അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇവർ എത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന അതൊക്കെ ഇനി കണ്ട് അറിയേണ്ട കാര്യങ്ങളാണ്. സിമ്പിൾ എഡിറ്റോറിയൽ. പിന്നെ മറ്റ് ആർട്ടിക്കിൾസിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് TS തിരുമൂർത്തി, ഇന്ത്യയുടെ പഴയ UN ഇന്ത്യയുടെ അംബാസിഡർ ആണ്. യുണൈറ്റഡ് നേഷൻസിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആണ് TS തിരുമൂർത്തി. അദ്ദേഹം എഴുതിയ റീസെറ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ ഡി-എസ്കലേഷൻ ഫോർ ദ വേൾഡ് എന്ന ആർട്ടിക്കിൾ ഉണ്ട്. അത് ഇറാനും ഇസ്രായേലും US തമ്മിലുള്ള ആ ഒരു ഇപ്പോഴത്തെ പ്രോബ്ലംസും ആ പ്രോബ്ലംസ് ഇപ്പൊ സോൾവ് ആയിരിക്കുന്നത് പെർമനന്റ് സൊല്യൂഷൻ ഒന്നും അല്ല, അവിടെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യമാണ്. ഇതൊന്നും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. ഇപ്പൊ ഇറാൻ ആക്ച്വലി ഇപ്പം ഒറ്റപ്പെട്ടായിരുന്നു. കാര്യം ഇറാനുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്സ് ഉണ്ടാക്കിയ രാജ്യങ്ങളായിരുന്നു ഈ റീസെന്റ് 2023 ആണ് ഉണ്ടാക്കിയ റഷ്യയും ചൈനയും. അവര് പോലും ഇറാന്റെ രക്ഷയ്ക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മറു സൈഡിൽ ഇസ്രായേലിന് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് US ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇസ്രായേലിന് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറാൻ ഏതെങ്കിലും രീതിയിൽ വീക്കൻ ആകുന്നത് ഈ ഗൾഫ് മേഖലയിൽ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലെ ഇസ്ലാമിക് രാജ്യങ്ങൾ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അതിന്റെ കാരണം ഇറാൻ എന്ന് പറയുന്നത് ഷിയ മുസ്ലിം രാജ്യമാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അവിടെ മതപുരോഹിതന്മാരാണ് ഭരിക്കുന്നത്. മറ്റ് ഗൾഫിലെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലെ ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം മതപുരോഹിതന്മാരല്ല ഭരിക്കുന്നത്. അവിടെയൊക്കെ ഭരിക്കുന്നത് മിക്കവാറും രാജകുടുംബങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഷിയ മുസ്ലിം രാജ്യമാണെന്ന് പറഞ്ഞു ഇറാൻ. ഈ ഷിയ മുസ്ലിം രാജ്യമായ ഇറാൻ ചുറ്റിലുള്ള മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ സുന്നി മുസ്ലിം രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു ഷിയ മുസ്ലിം കൺട്രി ന്യൂക്ലിയർ ആംസ് പൊസസ് ചെയ്യുക അല്ലെങ്കിൽ അവർ അത് കൈവരിക്കുക, അതൊക്കെ എന്ന് വെച്ചാൽ മറ്റ് സുന്നി മുസ്ലിം രാജ്യങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പം അവരെല്ലാം മനസ്സുകൊണ്ട് ഈ US ഇസ്രായേലും ചേർന്ന് ഇറാന് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി അവരുടെ ന്യൂക്ലിയർ പദ്ധതികളെ ഇല്ലാതാക്കുന്നതിൽ തൽപരരായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ പിന്നീട് ഇറാൻ ഈ ഖത്തറിനെ അറ്റാക്ക് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് ഖത്തറിലാണ് ഈ വെസ്റ്റ് ഏഷ്യയിലെ US ഏറ്റവും വലിയ എയർ ബേസ് ഉള്ളത്. 10,000-ഓളം US പട്ടാളക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പരസ്പരം അറ്റാക്ക് ചെയ്ത് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതെ ആ ഒരു
സീസ് ഫയർ അഗ്രിമെന്റ് അപ്പം തന്നെ കൊണ്ടുവരാൻ പറ്റിയ നന്നായ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ US-ഉം ഇസ്രായേലും എല്ലാം ചേർന്ന് അവരുടെ ഒരു ലോങ്ങർ എയിം എന്ന് പറഞ്ഞ ഇറാനിൽ റജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. റജീം ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇപ്പോഴത്തെ ഈ അയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന മേലധ്യക്ഷൻ അവിടുത്തെ സുപ്രീം പവർ പൊസിഷൻ പുറത്താക്കിക്കൊണ്ട് അവിടെ ഒരു ഒന്നുകിൽ ജനാധിപത്യം അല്ലെങ്കിൽ രാജഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കൊണ്ടുവരാൻ ഇപ്പൊ ശ്രമിക്കുന്നതാണ് TS തിരുമൂർത്തി പറഞ്ഞേക്കുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി അങ്ങനെ അമേരിക്കയൊക്കെ ചേർന്ന് ഭരണമാറ്റം കൊണ്ടുവന്നിട്ടുള്ള 2 രാജ്യങ്ങളാണ്. ഒന്ന് ഇറാഖും വേറൊന്ന് സിറിയയും, അല്ല ലിബിയയുണ്ട്. ലിബിയയും ഈ പറഞ്ഞ ഒരു രാജ്യത്ത് ഒരു സമാധാനം തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഉണ്ടായിരുന്ന ഒരു ഭരണക്രമം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കുറച്ച് സ്വേച്ഛാധിപത്യം നേരിടേണ്ടി വരുന്നെങ്കിൽ അവിടെ ഒരു ഭരണം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ഭരണം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇറാഖിലും ലിബിയയിലും ഒക്കെ. അപ്പൊ അത് ആ വഴിയിൽ തന്നെ ഇറാനും പോവും അവിടുത്തെ ഭരണം മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ. അപ്പൊ അതുകൊണ്ട് അതിന് മുതിരരുതെന്നും ഇന്നും ഇത് ഈ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതിൽ കുറെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ പക്ഷെ ഇതില് ഇസ്രായേലിന് വേറൊരു ലക്ഷ്യമുണ്ട്. അതിന് ആ ലക്ഷ്യം എന്ന് പറഞ്ഞാല് വെസ്റ്റ് ബാങ്കിനെയും ഗാസയും കൂടെ പിടിച്ചെടുത്ത് വലിയൊരു ഇസ്രായേൽ ഉണ്ടാക്കുന്നൊരു ലക്ഷ്യമാണുള്ളത്. അത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററും ഉണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ഭയങ്കര റൈറ്റിസ്റ്റുകളായിട്ടുള്ള തീവ്ര വലതുപക്ഷക്കാരായിട്ടുള്ള മന്ത്രിമാരും ഉണ്ട്. അവർക്കും ആ താല്പര്യം തന്നെയാണ്. അപ്പൊ അതായത് വെസ്റ്റ് ബാങ്കിനെയും ഗാസയും കൂടെ ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുക. അത് ഒരുപക്ഷെ ഈ വർഷം തന്നെ സംഭവിച്ചേക്കാമെന്നും പറയുന്നുണ്ട്. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത 1-2 വർഷത്തിനകം അങ്ങനെ സംഭവിച്ചാൽ അവിടെയുള്ള അറബ് വംശജരായ ഗാസക്കാർക്കും വെസ്റ്റ് ബാങ്കുകാർക്കൊക്കെ എന്ത് സംഭവിക്കും? അവർ ഇസ്രായേലിലെ ഈക്വൽ സിറ്റിസൺസ് ആയിട്ട് ജീവിക്കുമോ, അതോ ഇസ്രായേലിലെ 2ാം തരം പൗരന്മാരായിട്ട് അവർക്ക് ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ എന്തായാലും ഇസ്രായേൽ അങ്ങനെ പ്രഖ്യാപിത ലക്ഷ്യമുണ്ട് ഈ വെസ്റ്റ് ബാങ്കിനെയും ഗാസയും കൂടെ അവരിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞേക്കുന്നത്. ഇനി ഇന്ത്യ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ആയിട്ട് ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റൂല. കാര്യം എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യക്ക് ഓപ്പൺ സപ്പോർട്ട് എന്ന ഒറ്റ രാജ്യമുള്ളായിരുന്നു ഇസ്രായേലാണ്. ഓപ്പൺ ആയിട്ട് ഇന്ത്യയെ പിന്തുണച്ച ഒരു രാജ്യം. ബാക്കി രാജ്യങ്ങളെല്ലാം ഒരു മിഡിൽ പാത്ത് എടുത്തേ ഉള്ളൂ. ടർക്കിയും അസർബൈജാനും ഒക്കെ പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഇന്ത്യക്ക് ഇസ്രായേലിനെ പിണക്കാൻ പറ്റുമോ? അതാണ് ഇസ്രായേലിനെ പിണക്കാത്തത്. ഇനി ഇറാനെ പിണക്കാനോ? ഇറാനെ ഞാൻ ചബഹാർ എന്ന് പറഞ്ഞൊരു പോർട്ട് ഇന്ത്യ ഇപ്പം ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് ഇത് ഇറാനിലാണ്. ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് അവിടെ നിന്ന് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് റഷ്യയിലേക്കൊക്കെ പോലുള്ള കവാടമാണ് ചബഹാർ പോർട്ട്. അപ്പൊ നമുക്ക് ഇറാനെയും പിണക്കാൻ പറ്റൂല. അപ്പൊ ഇന്ത്യക്ക് ഒരു മിഡിൽ പാത്ത് പക്ഷേ ആയിട്ട് രണ്ടുപേരെയും പിണക്കാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഡിപ്ലോമസി വേണ്ട ഒരു ഇതാണ്. വളരെ ഡിഫിക്കൽട്ട് ആണ് അവർ ഇതെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. വേറെ നീഡ് ഫോർ ജെൻഡർ ഇക്വിറ്റി ഇൻ അർബൻ ബ്യൂറോക്രസി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. സത്യത്തിൽ വലിയ കഥയുള്ള ആർട്ടിക്കിൾ അല്ല. ആക്ച്വലി അവർ പറയുന്നത് ഈ അർബൻ ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻസും ഉണ്ട്. അതല്ല ഇപ്പൊ റൂറൽ മേഖല എടുത്താലും പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 50% ആണ് നമ്മളുടെ ലോക്കൽ ബോഡീസിൽ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ. അതിന് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ 33% റിസർവേഷൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മുനിസിപ്പാലിറ്റീസിലും ഒക്കെ സ്ത്രീകൾക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ കൗൺസിലേഴ്സും മുനിസിപ്പൽ കൗൺസിലേഴ്സും പഞ്ചായത്തിലെ മെമ്പേഴ്സും ഒക്കെ 33% സ്ത്രീകൾ വരുന്നത്. പക്ഷെ പല സ്റ്റേറ്റുകൾ അത് 50% ആയിട്ട് ആ റിസർവേഷൻ ഇൻക്രീസ് ചെയ്തു. കേരളത്തിലില്ല, കേരളത്തിൽ 33% ഉള്ളൂ. 50% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പല സ്റ്റേറ്റുകളും അപ്പോൾ ഓൾമോസ്റ്റ് 46% റിസർവേഷൻ സ്ത്രീകളാണെന്ന് ഇന്ത്യയിലെ അർബൻ ലോക്കൽ ബോഡീസും അല്ലാതെ റൂറൽ ലോക്കൽ ബോഡീസും ഒക്കെ ഭരിക്കുന്നത്. സോ പൊളിറ്റിക്കലി ദേ ആർ എംപവേർഡ് നൗ, അറ്റ്ലീസ്റ്റ് ഇൻ ദ ലോക്കൽ ബോഡീസ്. പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇപ്പൊ ടൗൺ പ്ലാനേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ 10-11% സ്ത്രീകളുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ആ മേഖലയിലും കൂടെ കൂടുതലായിട്ട് സ്ത്രീകൾ വരണം, ബ്യൂറോക്രസിയിലും കൂടെ, അർബൻ ബ്യൂറോക്രസിയിലും കൂടെ. അപ്പോഴേ സ്ത്രീ സെൻട്രിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി അത് പറഞ്ഞേക്കുന്ന ഇനി സ്ത്രീകൾക്ക് മാത്രം റിസർവേഷൻ ആ മേഖലയിൽ കൊടുക്കാൻ പറ്റുമോ പബ്ലിക് എംപ്ലോയ്മെന്റിൽ? കാരണം റിസർവേഷൻ കൊടുക്കുന്ന എപ്പോഴും നമ്മളെ ഇന്ത്യയിൽ കാസ്റ്റ് ബേസ്ഡും
ഒക്കെയാണ്. റിലീജിയൻ ബേസ്ഡ് പോലും അങ്ങനെ റിസർവേഷൻ ഇല്ല. അപ്പൊ പിന്നെ ഈ അർബൻ ബ്യൂറോക്രസിയിൽ സ്ത്രീകളെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ സിവിൽ സർവീസ് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ഗ്രാജുവലി കൂടുന്നുണ്ട്. അത് ആരെങ്കിലും റിസർവേഷൻ കൊടുത്തിട്ടാണ്? അല്ല, അവര് അതിലേക്ക് തൽപരരായി അവരുടെ ഫാമിലീസ് ഭയങ്കരമായിട്ട് ഇപ്പൊ സ്ത്രീകളെ പെൺകുട്ടികളെ ആ ഒരു മേഖലയിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. അപ്പൊ അവര് നന്നായിട്ട് പഠിച്ച് കയറി വരുന്നുണ്ട്. അത് സിവിൽ സർവീസിലൊക്കെ പെൺപിള്ളേരുടെ റെപ്രസെന്റേഷൻ കൂടുന്നതിനെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ട്. അത് ആരും ഒന്നും ചെയ്തിട്ടല്ല, അത് സൊസൈറ്റിയിൽ ചേഞ്ച് ആണ്, അത് ഫാമിലിക്കകത്തുണ്ടാകുന്ന മാറ്റമാണ്. അതേപോലെ മാറ്റം ഉണ്ടായേ പറ്റുമോ? പക്ഷെ ഇതിൽ പുള്ളി ഒരുപാട് രാജ്യങ്ങള് അർബൻ ലോക്കൽ ബോഡീസിലെ ബ്യൂറോക്രസിയിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിന്റെ കാര്യം, പല യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യം, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ റെപ്രസെന്റേഷൻ തീരെ കുറവെന്നൊക്കെയാണ്. പക്ഷെ അതിന് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും അതാ ഈ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടന്റ്. പിന്നെ ഇവിടെ US ഹെവി ഡ്യൂട്ടി അറ്റാക്ക് ഓൺ ഇറാൻസ് ന്യൂക്ലിയർ സൈറ്റ്സ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് US ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് അറ്റാക്ക് ചെയ്ത് എങ്ങനെയെന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഉണ്ട്, അതാണ് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം വേറെ ഇസ്രായേലിൽ അതിനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല. 90 മീറ്ററൊക്കെ ആഴത്തിലാണ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇറാനുള്ളത്. അത്രയും ആഴത്തിൽ പോയി തകർക്കാൻ പറ്റുന്ന ബോംബുകൾ ഇപ്പം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ കാണത്തില്ല, US-ന്റെ ഉള്ളത്. അപ്പൊ അത് ബങ്കർ ബസ്റ്റർ ബോംബ്സ് ആണ്. അത് കൊണ്ടുവന്നിട്ട് ഇട്ടാണ് ഇത് തകർത്തത്. അപ്പൊ ആ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തകർക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിട്ട് അത് ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. 30,000 കിലോഗ്രാം അങ്ങനെ എന്തോ ഇതിൽ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അത്രയും വെയിറ്റ് ഉള്ള ബോംബുകളാണ്. അപ്പം ആ ബോംബുകൾ കൊണ്ടുവരാൻ സാധാരണ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പറ്റത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇവരുടെ കയ്യിലുണ്ട്, US-ന്റെ. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബ്. സ്റ്റെൽത്ത് ആണ്, അതുകൊണ്ട് റഡാറിന്റെ ഇതിലൊന്നും പെടത്തില്ല. അതിന്റെ ഒരെണ്ണത്തിന്റെ വില തന്നെ $4 ബില്യൺ കണ്ടാണ്. $4 ബില്യൺ എന്ന് പറഞ്ഞാൽ 10-30,000 കോടി രൂപ വരും ഒരു ഫ്ലൈറ്റിന്റെ. അങ്ങനെ 21 ഫ്ലൈറ്റ് US-ന്റെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളായിട്ടുള്ള ഈ GBU-57 എന്ന് പറയുന്ന ബോംബാണ് ബങ്കർ ബസ്റ്റർ ബോംബ്. GBU-57 അത് കൊണ്ട് ഇറാനിൽ ഇട്ടതൊക്കെ. അപ്പൊ അതിന്റെ കുറച്ച് കഥകൾ ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന. പിന്നെ മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോ, ഇന്ത്യ ടു ഗ്രാജുവലി വൈൻഡ് അപ്പ് ഇവാക്യുവേഷൻ ഫ്രം ഇസ്രായേൽ ആൻഡ് ഇറാൻ. ഇസ്രായേലിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യയിലെ ആൾക്കാരെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നമ്മളെ പ്രോഗ്രാമിന്റെ പേര് തരുന്ന ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ധു. രാജ്നാഥ് സിംഗ് ലൈക്ലി ടു ഡിസ്കസ് റീജിയണൽ പീസ് അറ്റ് SCO മീറ്റ്. SCO എന്താണ്? ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ബെലറൂസ്, ഇറാൻ, ഇങ്ങനെ 10ഓളം രാജ്യങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിന്റെ ഇപ്രാവശ്യത്തെ മീറ്റിംഗ് ചൈനയിൽ വെച്ചാണ്. അതിലെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ചൈനയിലെ കിങ്ദാവോ സിറ്റിയിൽ വെച്ച് നടക്കുന്നു. കിങ്ദാവോ. സ്വാഭാവികമായിട്ടും രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹമാണല്ലോ പങ്കെടുക്കേണ്ടത്. പിന്നെ ഇതൊന്നും ആവശ്യമില്ല. PM calls Mauritius counterpart invites him to visit India. മൗറീഷ്യസ് ഇന്ത്യൻ വംശജരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന രാജ്യമാണ് മൗറീഷ്യസ്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപം വരുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ്. മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് നവീൻ ചന്ദ്ര റംഗൂലം. അദ്ദേഹത്തിന് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ മോദി ക്ഷണിച്ചിരിക്കുന്നു. മൗറീഷ്യസിന്റെ ക്യാപിറ്റൽ പോർട്ട് ലൂയിസ് ആണ്. മൗറീഷ്യസിന്റെ ക്യാപിറ്റൽ. അതിനടുത്ത പേജിൽ പോകുമ്പോ, why no FIR against Justice Verma ask MPs on law panel. ജസ്റ്റിസ് വർമ്മ ആരാണെന്ന് അറിയാലോ. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കറപ്ഷൻ നടത്തി എന്നിപ്പോ കണ്ടെത്തിയിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജി. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കത്തിക്കരുന്ന് നോട്ട് കണ്ടെത്തിയ കഥയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ യശ്വന്ത് വർമ്മയെ ഇനിയിപ്പോ ഒരു ഹൈക്കോടതി ജഡ്ജി അഴിമതി നടത്തി എന്ത് ചെയ്യും? പുറത്താക്കുന്ന എങ്ങനെയാണ്? ഇംപീച്ച്മെന്റ് വഴിയാണ്. പാർലമെന്റിലാണ് ഇംപീച്ച്മെന്റ് നടക്കുന്നത്, ലോക്സഭയിലും രാജ്യസഭയിലും. അതിന്റെ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതോട് താഴെ പറഞ്ഞുണ്ട്, രാജ്യസഭ വെരിഫൈയിങ് സിഗ്നേച്ചേഴ്സ് ഫോർ ജഡ്ജി യാദവ്സ് റിമൂവൽ. So only Indian Parliament has the authority or power to remove a serving High Court or Supreme Court judge through impeachment process. The impeachment process will happen in the
in the both houses of the parliament, Lok Sabha and Rajya Sabha. Okay, so the process for removal of Justice Verma from his position is being started in Rajya Sabha. അപ്പോൾ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ PAC എന്ന് പറയുന്ന സംഭവമുണ്ട്. PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതറിഞ്ഞിരിക്കുക. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC ഇന്ത്യൻ പാർലമെന്റിലെ ഒരു സമിതിയാണ് PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതിന്റെ ഇപ്പോഴത്തെ ചീഫ് PACയുടെ പ്രത്യേകത എപ്പോഴും അതിന്റെ ചീഫ് ഒരു മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും. മെയിൻ ഒപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ആണ്. അതിന്റെ ലീഡറായ KC വേണുഗോപാലാണ് PACയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, മലയാളിയായ KC വേണുഗോപാൽ. CGHS എക്സ്പാൻഷൻ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. CGHS എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നല്ലൊരു ന്യൂസ് ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. നല്ല 1-2 ന്യൂസുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അതിൽ ഒരു ന്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫോർ ഫസ്റ്റ് ടൈം India breaks into top 100 in global SDG ranking. What is SDG? Sustainable Development Goals. Sustainable Development Goals are 17 goals set by United Nations. Those goals should be achieved by the year of 2030. Poverty eradication, water for all, health for all, shelter for all. All these are SDGs, Sustainable Development Goals. So total 17 goals are there. By what year world should achieve those goals? By 2030. Who set these targets? These targets were set by United Nations. India is actually making great strides to achieve those goals by the year of 2030. Total maternal mortality rate, infant mortality rate, all these should be reduced. Those all are part of those 17 goals. സോ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് 100 റാങ്കിനകത്ത് കയറി SDGയിൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ. SDG ഇൻഡെക്സ് എന്ന് പറയാം. SDG ഇൻഡെക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സ്. ഓരോ വർഷം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഗ്രസിന്റെ ബേസിൽ ആ ഇൻഡെക്സിൽ റാങ്ക് വരുന്ന അത് ഉണ്ടാക്കുന്ന UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ്. UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന SDG ഇൻഡെക്സിൽ ഇന്ത്യയുടെ പുതിയ റാങ്ക് 99 ആണെന്ന് എനിക്ക് തോന്നുന്നു. 99. നിങ്ങളത് നോക്കി. ഇന്ത്യയുടെ റാങ്ക് 2017 116 ആയിരുന്നു, 112 കുറഞ്ഞു, വീണ്ടും അങ്ങനെ പോയി 120 121 ആയിപ്പോയി ഇടയ്ക്ക് വെച്ച് താന്ന്. പക്ഷെ അതാ ഇപ്പൊ ആദ്യമായിട്ട് 99 എത്തി. നമ്മള് 2 ഡിജിറ്റിലേക്ക് എത്തി. ഇന്ത്യയെക്കാളും ബെറ്റർ റാങ്കുള്ള ഇന്ത്യയുടെ നെയ്ബേഴ്സ് ഉണ്ട്. ഭൂട്ടാനൊക്കെ അതൊന്നും കൂട്ടണ്ട. ഭൂട്ടാനൊക്കെ കുഞ്ഞു രാജ്യങ്ങളല്ലേ, അതേപോലെയാണ് ഇന്ത്യ. അപ്പം ചൈനയുടെ റാങ്ക് പക്ഷെ അതിൽ ഇന്ത്യക്കാരും ഒരുപാട് മുന്നിലാണ്. അവർ 49th പൊസിഷനിലാണ്, 49. ചൈന അതുപോലെ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയല്ലോ. ഇന്ത്യക്ക് ഇനിയിപ്പം കൂടി വരും. ഇപ്പൊ 99 അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. പിന്നെ ഈയിടയ്ക്ക് ഉണ്ടാക്കിയ വലിയൊരു അച്ചീവ്മെന്റ് അതേ പറയാൻ പറ്റും. QS യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിൽ QS യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്, ദാറ്റ് ഈസ് ദ 1 second. That is the most prestigious university ranking in the world, QS World University Ranking. In that ranking, India, 54 Indian universities are among the world's best universities, as released by the QS University World Ranking. 54 Indian യൂണിവേഴ്സിറ്റികൾ വേൾഡിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിലുണ്ട്. 72 ചൈനയെന്ന്, 90 UK എന്ന്, 192 USA എന്ന്. അപ്പം USA 1ാം സ്ഥാനത്ത്, UK 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് ചൈന, 4ാം സ്ഥാനത്ത് ഇന്ത്യ. ഇന്ത്യ വേറെ 11 തന്നെ ഉള്ളായിരുന്നു 2015. അതാണ് ഇപ്പൊ 54 ആയത് 2025 ആയപ്പോ, 10 വർഷം കൊണ്ട്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇത് രണ്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ വന്ന 2 പോസിറ്റീവ് ന്യൂസുകളാണ്. ഇനി ഒരെണ്ണം ഉണ്ട്, അത് അടുത്ത പേജിലേക്ക് പോകാൻ പറയാം. വേറെ ന്യൂസുകളൊന്നും ഇവിടെ നമുക്കങ്ങനെ ആവശ്യമുള്ളതില്ല. DGCA ഒരു ന്യൂസ് ഒക്കെ. DGCA എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGCA എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. EPFO എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, അത് നിങ്ങൾക്ക് അറിയാം. പ്രോവിഡന്റ് ഫണ്ട് ആയി കേട്ടിട്ടില്ല, ഗവൺമെന്റ് എംപ്ലോയീസിനായി കിട്ടുന്ന പ്രോവിഡന്റ് ഫണ്ട്. ഈ ഒരു എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കണേ.
DAGGUA. ഇതൊരു അബ്രിവേഷൻ ആണ്. DAGGUA. അതിന്റെ എക്സ്പാൻഷൻ ധർത്തി അബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. ഇത് ആക്ച്വലി ആദിവാസികൾക്ക് വേണ്ടി, ട്രൈബൽ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്. അവരുടെ സോഷ്യൽ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ സ്കീമിന്റെ പേര് ധർത്തി അബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. അതാണ് DAGGUA. അപ്പോ അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് DAGGUA പാക്കേജ് വാസ് ലോഞ്ച്ഡ് ഇൻ 2023. In the 9 days of the campaign so far, the government said it had been able to achieve 1. ഇത് സംഭവം ആദിവാസികൾക്കിടയിൽ ആധാർ എൻറോൾമെന്റ് കൂട്ടുക, ആയുഷ്മാൻ ഭാരത് കാർഡുകൾ കൊടുക്കുക, PM കിസാൻ രജിസ്ട്രേഷൻ കൊടുക്കുക, PM ഉജ്ജ്വല ബെനിഫിഷ്യറീസിന് കൂട്ടുക, PM ജൻധൻ അക്കൗണ്ട്സ് കൊടുക്കുക. എല്ലാം എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. PM ജൻധൻ അക്കൗണ്ട് പറഞ്ഞാൽ എല്ലാവരും ഈ ബാങ്ക് അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് കൊടുക്കുന്ന പരിപാടിയാണ്. PM കിസാൻ എന്ന് പറഞ്ഞാൽ വർഷം തോറും 6000 രൂപ വെച്ച് ഫാമേഴ്സിന് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതെല്ലാം ആദിവാസിക്ക് ഇടയിൽ അതിന്റെ എൻറോൾമെന്റ് കുറവായിരുന്നു, അവർക്ക് അതിനെ കുറിച്ച് അറിവിടാത്തതുകൊണ്ട്. അതുപോലെ PM ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞാൽ ഫ്രീ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന സ്കീമാണ്. അങ്ങനെ ആയുഷ്മാൻ ഭാരത് എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ഗവൺമെന്റ് സ്കീമാണ്. അങ്ങനെ ഓരോന്നും ഇതൊക്കെ അവരുടെ ഇടയിൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ DAGGUA എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നെക്സ്റ്റ് ആക്ച്വലി ആ ന്യൂസ് ഇതിലില്ല. ഞാൻ വേറെ അതിലാണ് കണ്ട. വേൾഡ് ബാങ്ക് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.5% ആയിട്ട് ഇപ്പം അല്ലല്ല, വേൾഡ് ബാങ്ക് ആണോ മൂഡീസ് ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതിപ്പോ എഴുതണ്ട, തൽക്കാലം എഴുതണ്ട. പിന്നെ ഇവിടെ ഒന്നും പറയാല്ല. സെബി അറിയാലോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ. സെബി സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ മാത്രമല്ല, കൊമോഡിറ്റി മാർക്കറ്റ് റെഗുലേറ്റർ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റ് റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ ചെയർമാൻ. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ എല്ലാ ദിവസത്തെയും ന്യൂസുകൾ തന്നെ. ഇറാൻ ഇസ്രായേൽ ഹമാസ് അറ്റാക്കുകൾ. പിന്നെ നാറ്റോയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. നാറ്റോ അമേരിക്കയുടെ മിലിറ്ററി അലയൻസ് ആണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ. പിന്നെ യുക്രൈൻ റഷ്യ അറ്റാക്ക്. അവിടെ യുക്രൈനിൽ ഇന്നലെ 26 പേരെ റഷ്യക്കാർ കില്ല് ചെയ്തു. അതൊക്കെയാണ് ന്യൂസ്. വേറെ ഒന്നും പറയല്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ ഇന്ത്യ ഇന്നലെ ക്രിക്കറ്റിൽ മനോഹരമായിട്ട് തോറ്റതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ്, ഫിഫയുടെ ഫുട്ബോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു US. അത് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി അടുത്ത ദിവസം. താങ്ക് യു.